ഇപ്പോൾ ആളുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് 2K കിഡ്സ് ആണോ 90s കിഡ്സ് ആണോ ബെസ്റ്റ് എന്നുള്ള കാര്യം. പലരും ഇതിനകത്ത് തർക്കങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2K കിഡ്സ് എല്ലാം മോശമായുള്ള കുട്ടികളാണ്, എല്ലാം 90s കിഡ്സ് മാത്രമാണ് പാവങ്ങൾ അല്ലെ, അങ്ങനെയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ തർക്കങ്ങളും മറ്റുമൊക്കെ ഓൺലൈനിൽ നടക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് ഏതാണ്? നിങ്ങൾ 2K ആണോ 90 കിഡ് ആണോ? താഴത്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്റ്റാർ ഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ല, തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കേണ്ട. നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലുവയിലാണ് കേട്ടോ. ആലുവയിൽ നിങ്ങളെ ഒരു മനോഹരമായൊരു വീട് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ നൽകുന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു, ആലുവ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ആലുവയിലേക്ക് ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നുള്ള ദൂരം വെറും 2 കിലോമീറ്റർ. കൃത്യമായിട്ടും പറഞ്ഞാൽ ആലുവ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് 1.9 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 2.5-3 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇവിടെ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് അധിക ദൂരമില്ല. ഒരു 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക്, അതായത് ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് റൂട്ടിലേക്ക് അത്രയും ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെയായിട്ട് വലിയൊരു കമ്മ്യൂണിറ്റിക്കകത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ എനിക്ക് സൈഡിലായിട്ടൊരു പുതിയ വീടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു വീടുണ്ട് കേട്ടോ. ഇതിൻ്റെ സെയിം മിറർ കോപ്പിയാണ് ഇപ്പുറത്തുള്ളത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ പറഞ്ഞ വീടുള്ളത്. 4.6 സെൻറ്റിനകത്തായിട്ട് 2400 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ വീടാണ് കേട്ടോ ഇവിടെ നമുക്കുള്ളത്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഏകദേശം 5 സെൻറ്റുള്ള ഒരു ലാൻഡ് നമ്മൾക്കുണ്ട്. ഈ ലാൻഡും ഇവിടെ സെയിലിന് വേണ്ടി ഉള്ളതാണ് കേട്ടോ, ഈ ഒരു ലാൻഡും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളിലൂടെ അതിമനോഹരമായ ഇൻ്റർലോക്ക് ബ്രിക്സ് ഒക്കെ ഇട്ട നല്ലൊരു വഴിയുണ്ട്. അതായത് 4 വീടുകൾക്ക് പറ്റുന്ന ഒരു പ്ലോട്ടായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഒരു ചെറിയ ടാർ റോഡാണ്. ആ റോഡ് വഴിയാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള നമ്മുടെ ആ ഒരു എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഈ ഒരു വീടിൻ്റെ കാര്യത്തിൽ 2400 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് നോക്കിയാൽ പക്ക ഒരു ബോക്സി കണ്ടംപററി സ്റ്റൈലിലായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈനെ കൊടുത്തിരിക്കുന്നത്. ഈ ഡിസൈനിനകത്ത് കൊടുത്തേക്കുന്ന LED ലൈറ്റുകൾ നോക്കുകയും പ്രൊഫൈൽ ലൈറ്റുകളും അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളൊക്കെ വെച്ച് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു വീടിനെ ഒരുക്കിയിരിക്കുന്നത്. ഗ്രേ ബ്ലാക്ക് കളർ കോമ്പിനേഷൻസ് നല്ല രീതിയിൽ പ്രതിധ്വനിച്ച് നിൽക്കുന്ന ഒരു വീട് തന്നെയാണ് ഈ ഒരു വീട് കേട്ടോ. ആ ഒരു ഭംഗി നോക്കിയ ഒരു കളർ കോമ്പിനേഷൻ, അതേപോലെ തന്നെ ആ ഒരു ബോക്സി ഡിസൈൻസ് ഒക്കെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ആ ഒരു ഡിസൈനുകളെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഒക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്കും ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ആ ഒരു എലിവേഷനെ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. പക്ക ഒരു ബോക്സി ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു വീടിനെ ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ വീടിൻ്റെ ചുറ്റുമതിലിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ചുറ്റുമതിലിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുമതിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല CNC കട്ടിങ് വരുന്ന ഡിസൈൻസ് നമുക്ക് ഈ ഒരു ചുറ്റുമതിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ബ്ലാക്ക് കളർ പെയിൻറ്റ് വർക്കൊക്കെ വന്നിട്ട്. ഇനി താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്തായിട്ട് മതിലിൽ നമുക്ക് 2-way LED ലൈറ്റുകൾ മതിലിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള ഒരു മതിലിൻ്റെ തീമാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു റോഡിൻ്റെ ഇങ്ങേ അറ്റം എൻഡിലായിട്ട് നമുക്ക് ഇപ്പോൾ 4 വീട്ടുകാർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു ലാൻഡാണിത്. അതിൻ്റെ റോഡിൻ്റെ ലാസ്റ്റ് പോർഷനാണിത്. അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒന്ന് വൈകുന്നേര സമയത്തൊക്കെ ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി ഒരു ചെറിയൊരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 4 വീട്ടുകാർക്ക് സമ്മതത്തോടു കൂടി ഒരു കോമൺ പാർക്കിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഈ 4 വീടുകളിലും ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കൊക്കെ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ഒരു അഡീഷണൽ സ്പേസും കൂടെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരു അത്തരത്തിലുള്ളൊരു സ്പേസ് കൂടെ ഇവിടെ നമ്മൾക്ക് കിട്ടുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഗേറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. ഈ മതിലിൻ്റെ ഡിസൈനോട് ചേരുന്ന തരത്തിൽ തന്നെ, അതിനോട് ആ ഒരു നീതി പുലർത്തുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ മെയിൻ ഗേറ്റിനെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്ലൈഡിങ് ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ തള്ളി തുറക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും സ്ലൈഡ് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഫുള്ളും ഈ ഷീറ്റിലാണ് ഈ ഒരു ഗേറ്റിനെ ഇവരിവിടെ നിർമ്മിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പതിയെ കോമ്പൗണ്ടിലേക്ക് നോക്കാം. കോമ്പൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് ഈ ഒരു കോമ്പൗണ്ടിനകത്തായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇടഭാഗങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇവർ അലങ്കാര പണികൾ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ്. അത്യാവശ്യം വലിയൊരു വാഹനം, ഒരു SUV വാഹനം സുഖമായിട്ടും ഈ കാർ പോർച്ചിനുള്ളിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത്
യാതൊരു സംശയമില്ല. നല്ല സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു ഹാഫ് സർക്കിൾ രീതിയിൽ നമ്മൾക്കറിയാം, നമ്മൾ ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഹാഫ് സർക്കിളിലുള്ള കിണറുകൾ. അതായത് പകുതി മാക്സിമം സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഒരു കിണറിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കുറച്ച് ചെടികൾ അവർ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ചെടികളെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 LED ലൈറ്റുകളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉരുളൻ കല്ലുകളും അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അതേപോലെ തന്നെ സ്ക്വയർ ട്യൂബിൻ്റെ വലിയൊരു വാതിലാണ്. ഈ വാതിൽ എന്തിനാണെന്നും എവിടേക്ക് തുറക്കുന്ന വാതിലാണെന്നും എന്നുള്ള കാര്യം ഞാൻ പതിയെ കാണിച്ചു തരാം. പിന്നെ ഈ കാർ പോർച്ചിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നല്ലൊരു ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് വെച്ചുള്ള ഡിസൈൻ വർക്കും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ് നമ്മുടെ രണ്ടാമത്തെ വാഹനം. അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹാച്ച് ബാക്ക് വാഹനമോ അല്ലെങ്കിൽ ഒരു ചെറു SUV വാഹനം, ഒരു മിഡ് സൈസ് SUV ഒക്കെ സുഖമായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് രണ്ടാമത് ഈ ഒരു കാർ പാർക്കിംഗ് സ്പേസിലായിട്ട് കിട്ടുകയാണ്. ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഇവിടുന്ന് കുറച്ച് പുല്ലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സ്ഥിരം ആളുകൾ നടന്നിട്ടാണ് തോന്നുന്നു. ഈ വേനലല്ലേ, കഠിനമായ ചൂടടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ നടന്നു പോകുന്ന ഭാഗത്ത് ഇത്രയും പുല്ല് കരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗാർഡൻ ലൈറ്റ്സ് കൊടുത്തേക്ക് നോക്കിയേ, നല്ല ഭംഗിയുള്ള ഗാർഡൻ ലൈറ്റ്സുകളും ഇവിടെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ വീടിൻ്റെ വശത്തേക്ക് വരികയാണ്. വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കാഴ്ച കൂടെ എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. ഇവിടെ പൂർണ്ണമായിട്ടും കടപ്പക്കല്ലുകളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കടപ്പക്കല്ലുകളുടെ വീടിൻ്റെ മുൻഭാഗത്താണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവരെന്തായാലും പിൻഭാഗത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതും കൂടെ ഞാൻ കാണിക്കേണ്ടതുണ്ട്. ഒട്ടുമിക്ക വീഡിയോകളിലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വീട്ടിൽ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. അതിന് ഉത്തരമാണ് ഈ ഒരു കാര്യം. ഇത് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. നിങ്ങളുടെ ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കൊണ്ടിടാം. അതേപോലെ തന്നെ ഒരു കെമിക്കലുണ്ട്, അതോട് ഒഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ഇതിനകത്ത് കിടന്ന് നല്ല വളമായി മാറും. അത് നിങ്ങളുടെ ചെടികൾക്കും മറ്റുമൊക്കെ വളമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. സത്യം പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വരും വേസ്റ്റ് എടുക്കാൻ. എങ്കിൽ കൂടെയും ഫുഡ് വേസ്റ്റിനെ നിങ്ങൾക്ക് ഇങ്ങനെ കമ്പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിയെടുക്കുക. റീസൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, അതെന്തായാലും വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടി എന്തായാലും തീർച്ചയായിട്ടും ഉപയോഗിക്കും. തീർച്ചയായിട്ടും ഒരാൾക്ക് ഈസി ആയിട്ട് നടന്നു പോകാൻ പാകത്തിൽ തന്നെയാണ് ഇവിടെ സ്പേസ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു അലക്ക് കല്ലും ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് വീണ്ടും വീടിൻ്റെ മുൻഭാഗത്തേക്ക് തന്നെ തിരികെ പോകാം. നമുക്കത് വഴി മെയിൻ ഡോർ വഴി വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ആ ഒരു എലിവേഷൻ്റെ ആ ഒരു ഭംഗി കൂട്ടിയ ഒരു ഘടകങ്ങളൊന്നാണ് ഒരു ക്ലേ ക്ലാഡിങ്സ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 LED ലൈറ്റുകളും കൊടുത്തേക്കും നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ കാര്യം നോക്കിയേ, അത്യാവശ്യം വലിപ്പമുള്ള, എങ്കിലും ഒരുപാട് വലുതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു കസേര വേണമെങ്കിൽ ഇടാം എന്നുള്ളൊരു കാര്യം മാത്രമേ, വലിയൊരു സ്പേസ് ആയിട്ടൊന്നും അവകാശപ്പെടുന്നില്ല. ഈ വീടിൻ്റെ മെയിൻ ഡോറ് ഈസ്റ്റ് ഡയറക്ഷനിലേക്കും വീട് മുഴുവനായിട്ട് നോർത്ത് ഡയറക്ഷനിലേക്കുമാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് ഷൂവും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ, ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അതിനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെ മരങ്ങളുടെ പണികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്ലാവുണ്ട്, അതേപോലെ തന്നെ ആഞ്ഞിലയുണ്ട്. പിന്നെ ഈ കാണുന്ന വിൻഡോസ് ഇതെല്ലാം സ്റ്റീൽ വിൻഡോസ് ആണ് കേട്ടോ. ഫുള്ളും സ്റ്റീൽ വിൻഡോസ് ആണ്. ഇപ്പോൾ സ്റ്റീലിൻ്റെ കാലമാണ്, അതാണ് കൂടുതലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റീൽ വിൻഡോസും സ്റ്റീൽ ഡോറുകളുമൊക്കെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓപ്പോസിറ്റ് ഇതേ സെയിം പ്ലാനിൽ തന്നെ പണിയുന്ന വീടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടുത്തെ വിൻഡോസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് സ്റ്റീൽ വിൻഡോസ് ആണ്. അവിടെ പണികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഒരു വീട് ഉടൻ തന്നെ അവിടെ ഉയരുന്നതായിരിക്കും. അതായത് ഫുള്ള് പണികളും കംപ്ലീറ്റ് ആകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് കാണുവാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള 2 ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വീട് എങ്ങനെയാണ് പണിതിരിക്കുന്നത്, എന്ത് ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ബിൽഡറുടെ ക്വാളിറ്റി എന്താണ്, അവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ മെയിൻ ഡോറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു മെയിൻ ഡോറാണ് വരുന്നത്. അതൊരു 60/40 അനുപാതത്തിൽ ഇരുവശങ്ങളിലേക്കും തുറക്കാവുന്ന തരത്തിലുള്ള ഒരു മെയിൻ ഡോറിനെ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽ ഒരു ഏകദേശം റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഡോർ ഹാൻഡിൽ വുഡ് കൊണ്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. നമുക്ക് ഡോറ് തുറന്ന് നേരെ ഉള്ളിലേക്ക് കയറാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഒരു മെയിൻ ഡോറിന് കൊടുത്തേക്കുന്നത് കേട്ടോ. സാധാരണ ഇതിൽ കാണുന്ന പോലെ ഒരു വലിയ ഡിസൈൻ വർക്കുകളൊന്നും നമുക്ക് കാണാനില്ല. കയറി വരുന്ന നമ്മളുടെ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ലിവിങ് ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഡബിൾ ഹൈറ്റാണ് നമ്മൾക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയാൽ നല്ല ഡബിൾ ഹൈറ്റായിട്ട് വന്നിട്ട്
മുകളിൽ നല്ലൊരു ഷാങ്ലിയർ ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഡബിൾ ഹൈറ്റ് ഭാഗത്തായിട്ട്. നോക്കിയേ, നല്ല ഭംഗിയായിട്ട് കേട്ടോ. ആ ലിവിങ് ഏരിയയിൽ കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസും ഇത്തരത്തിലുള്ള ഷാങ്ലിയർ ലൈറ്റും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലൊരു ലക്ഷറി ലുക്ക് കിട്ടുന്നുണ്ട്. ഈ ഡബിൾ ഹൈറ്റ് ഭിത്തിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വാൾ സ്റ്റിക്കർ വർക്ക് കൊടുത്തേക്ക് കാണാൻ പറ്റും. ആവശ്യത്തിന് വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വിൻഡോസിന് ബ്ലൈൻഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മളുടെ സെറ്റ് ഇടാനുള്ള സ്പേസ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ സെറ്റ് ഇടാൻ. അത് നമുക്ക് അത്യാവശ്യം വലിയ സെറ്റ് തന്നെ വേണമെങ്കിൽ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഭിത്തിയിലേക്ക് കുതിക്കിയാൽ അത്യാവശ്യം നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നേരെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് നമ്മളുടെ TV യൂണിറ്റ് ഏരിയയുടെ ഭാഗം വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഫുള്ളും മൾട്ടിവുഡിൽ തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ ഇവരിവിടെ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ TV പ്ലേസ് ചെയ്യുന്ന ഭാഗത്ത് കൃത്യമായിട്ട് ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഇവിടെ നല്ലൊരു വാൾ സ്റ്റിക്കർ വർക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ TVയുടെ അനുബന്ധ ഉപകരണങ്ങൾക്കുള്ള ധാരാളം സ്പേസ് ഇതിന് താഴെയായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. സൈഡിലായിട്ടും അത്യാവശ്യം ധാരാളം സ്പേസ് ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് കാണാൻ പറ്റും. പിന്നെ അതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് DB കൊടുത്തേക്ക് നമുക്ക് കാണാം. ലെഗ്രാൻഡിൻ്റെ DB ആണ്. അതേപോലെ തന്നെ 3 ഫേസ് കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെഗ്രാൻഡിനെയാണ് ഈ കാണുന്ന ആ ഒരു ട്രിപ്പ്, അതായത് ഈ ഒരു സ്വിച്ചുകളെല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ ലെഗ്രാൻഡിൻ്റെയാണ്, ഈ LCB മറ്റു കാര്യങ്ങളുമെല്ലാം. അതേപോലെ തന്നെ വി ഗാർഡിൻ്റെ വയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്വിച്ചുകളെല്ലാം അതേപോലെ തന്നെ വി ഗാർഡിൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് കളറിലുള്ള സ്വിച്ചുകൾ വരുന്നു. ബ്ലാക്ക് കളറിലുള്ള സ്വിച്ച് ആകുമ്പോൾ പെട്ടെന്ന് അഴുക്കായില്ല അല്ലേ. ബ്ലാക്ക് കളറിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കാണുന്ന ജിപ്സത്തിൻ്റെ വലിയൊരു എന്താ പറയുക, ഒരു 2 ലെയറായിട്ടുള്ള ഡിസൈൻ വർക്കൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഡിസൈനിൽ സ്പോട്ട് ലൈറ്റുകളെ മാത്രം നൽകിക്കൊണ്ടാണ് ആ ഒരു സീലിംഗ് വർക്കുകളെ അവരിവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് സ്റ്റെയറിൻ്റെ സ്ഥാനം നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾക്ക് എത്താം. ഡൈനിങ് ഏരിയയിലേക്ക് വന്നാൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്കുണ്ട്. ഇവിടെ നമുക്കൊരു 6-7 പേർക്ക് 8 പേർക്കൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചൺ നമുക്ക് ഈ ഒരു വശത്തായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയയുടെ കാര്യം നോക്കി എന്ത് ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു മൊറോക്കൻ സ്റ്റൈൽ ആ ഒരു ടൈൽ വർക്കുകൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വലിയൊരു റൗണ്ട് ഷേപ്പിൽ ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ജാഗ്വറിൻ്റെ വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വാഷ് ബേസിൻ. അതേപോലെ ഫിറ്റിങ്സ് എല്ലാം ജാഗ്വറിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഇൻഡോർ പ്ലാന്റും ഈ ഒരു ഭാഗത്തായിട്ട് ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗം ഓപ്പണായിട്ട് ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് ഫീലില്ല, നല്ല ഓപ്പണായിട്ട് ഇത് നോക്കി. അപ്പോൾ അത്യാവശ്യം നല്ല ഓപ്പണായിട്ടാണ് ആ ഒരു ഭാഗത്തെ അവരോട് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ അടിഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പൂർണ്ണമായിട്ടും ഓപ്പണായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കവറാക്കണമെങ്കിൽ നമുക്ക് കവറാക്കാം. ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളും വെക്കാനുള്ള സ്പേസ് അതിൻ്റെ താഴത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിൻഡോയും വരുന്നുണ്ട്. അത്യാവശ്യം സൺലൈറ്റിനെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഈ ഒരു വിൻഡോ സഹായിക്കും. ഇത് നമ്മളുടെ ആ ഒരു കാർ പോർച്ചിൽ നിന്നുള്ള വിൻഡോ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു UPVC വിൻഡോ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പാഷ്യോ ഏരിയയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒരു കുഞ്ഞൊരു പാഷ്യോ ഏരിയ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ക്ലാഡിങ് സ്റ്റോൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ആ ഒരു കാർ പോർച്ചിൻ്റെ അവിടെ വെച്ച് നിങ്ങൾ വലിയൊരു ഇരുമ്പിൻ്റെ ഡോറ് കാണിച്ചിട്ടുണ്ട്, സ്ക്വയർ ട്യൂബിൻ്റെ. ആ ഡോറ് ഇതാണ് കേട്ടോ. ഇവിടെയായിട്ടാണ് മീറ്റർ ബോക്സിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ നോക്കി, മൊറോക്കോ ഡിസൈനിൽ വരുന്ന ആ ഒരു ഫ്ലോർ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ 2 കോഫി ടേബിളുകളും അല്ലെ ഒരു ടേബിൾ 2 ചെയറൊക്കെ ഇട്ടിരിക്കാനായിട്ട് പറ്റും. കോഫി കുടിച്ച് ആസ്വദിക്കാം. ഇവിടെ നല്ല ചെടികളൊക്കെ വെച്ച് വളർത്തി ഭംഗിയാക്കി എടുക്കാം. മഴ പെയ്യുമ്പോൾ മഴ നനയാതിരിക്കാനായിട്ട് ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ സ്ക്വയർ ട്യൂബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സേഫാണ് ഇവിടെ നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് അടുക്കളയാണ് നമ്മൾക്ക് കാണേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മളുടെ ഓപ്പൺ കിച്ചൻ്റെ സ്ഥാനം. അപ്പോൾ ഈ ഓപ്പൺ കിച്ചൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു സെർവ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നാനോ വൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു സെർവ് ഏരിയ വളരെ സിമ്പിളായിട്ടാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. 2 ചെറിയ ഹാങ്ങിങ് ലൈറ്റ്സിനെ മാത്രമായിട്ടാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടേക്ക് നമ്മുടെ കിച്ചൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചനെ ഇവരിവിടെ ചെയ്തേക്കുന്നത്. നോക്കിയാൽ ആ ഒരു കളർ കോംബോ ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അത് കൊടുത്തേക്കുന്നത്. വൈറ്റ് കളറുള്ള ടോപ്പാണ്. അതിനകത്തേക്ക് പതിക്കാത്ത തരത്തിൽ തന്നെ ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ് വരുന്നത്. അവിടെ ഇലക്ട്രിക് ചിമ്മിനിയുടെ ഐബിളിൻ്റെയാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ താഴത്തുള്ള സ്റ്റോറേജ് സ്പേസുകൾ നോക്കി, അത്യാവശ്യം ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ
താഴ്ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നത്. മുകളിലത്തെ ഡോറുകൾക്കെല്ലാം സോഫ്റ്റ് ക്ലോസർ അവർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് സ്വിച്ച് പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നോക്കി സ്ലൈഡിങ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സിങ്ക് നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു സിങ്കിൻ്റെ വേറൊരു ഞാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രഷർ പമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഈ ഒരു സിങ്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ പമ്പ് ആവശ്യമാണ്. ഇവർ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് പ്രഷർ പമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ ടെറസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഞാൻ പ്രഷർ പമ്പ് കാണിക്കാം. അപ്പോൾ പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു സിങ്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നല്ല പ്രഷർ നമ്മൾക്ക് ആവശ്യമാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമ്മുടെ ആ ഒരു സെർവ് ഏരിയയുടെ പിറകുവശത്തേക്ക് നമുക്ക് നോക്കിയാൽ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അടുക്കളയ്ക്കുള്ളിൽ കൊടുത്തേക്കുന്ന ആ ഒരു സീലിംഗ് നോക്കിയേ, സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് വർക്കും ഒരു BLDC ഫാനും അവിടെ കൊടുത്തിട്ടുണ്ട്. ആറ്റംബർഗിൻ്റെയാണ് ആ ഒരു BLDC ഫാൻ അവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നമ്മളുടെ വർക്ക് ഏരിയ സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് സത്യം പറഞ്ഞാൽ വീടിൻ്റെ മതിലിനോട് ചേർന്നുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതിൻ്റെ മുകളിലായിട്ട് ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു വശത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ആണ് നമുക്ക് കിട്ടുക. ഇവിടെ വാഷിംഗ് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനുള്ളൊരു സ്പേസ് ഇവിടെ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. പോളികാർബണേറ്റ് ഷീറ്റാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പോളികാർബണേറ്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കിഴക്കുന്ന വരുന്ന സൂര്യപ്രകാശം അത്യാവശ്യം ഇവിടേക്ക് ലഭിക്കുകയും നമുക്ക് ചെയ്യും. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് നമുക്ക് ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോർ എവിടേക്കാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള സ്പേസ് കാണിച്ചില്ലേ, അവിടേക്ക് പോകാനുള്ള ആ ഒരു ഡോറാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി കാണാനുള്ളത് നമ്മളുടെ ബെഡ്റൂമുകളാണ്. ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂമുകളാണ്. 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലും 2 ബെഡ്റൂമുകൾ മുകളത്തെ നിലയിലുമായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് നമ്മുടെ വാഷ് ഏരിയയോട് ചേർന്നുകൊണ്ട് തന്നെ ഈ കാണുന്ന ഡോറ് ഇത് സ്കിൻ ഡോർ അല്ല, റെഡിമെയ്ഡ് സ്കിൻ ഡോർ അല്ല, തടി കൊണ്ടുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമ്മൾക്ക് ഇടുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്ത് ഇവരൊരു ഫാമിലി കോട്ട് കട്ടിലും അതേപോലെ തന്നെ ഒരു മെത്തയൊക്കെ ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കാം. ഏകദേശം 11.53 അടി ആണ് വീതി വരുന്നത്. 11.99 അടിയാണ് നീളം വരുന്നത്. 138 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. 2 ഭിത്തികളിലും ജനാല. ഈ ഒരു ഭിത്തിയിൽ നല്ലൊരു വാൾ സ്റ്റിക്കർ വർക്ക് നമുക്ക് കാണാൻ പറ്റും. 2 ഒറ്റ പാളികളുടെ ജനാലകൾ കൊടുത്ത് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ജനാല പ്ലേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. വീടിൻ്റെ അതായത് റൂമിൻ്റെ ഉള്ളിലെ സ്ഥലത്തെ ഒട്ടും തന്നെ വേസ്റ്റ് ആക്കത്തരത്തിൽ തന്നെ വാർഡ്രോബുകളെ നിർമ്മിച്ചിട്ടുണ്ട്. വാർഡ്രോബുകൾ 3 ഡോറുകളുള്ള വാർഡ്രോബിനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാർഡ്രോബ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിനുള്ളിലെ സ്പേസ് ഒട്ടും തന്നെ നമുക്ക് വേസ്റ്റ് ആയി പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് മിററും ഒരു കുഞ്ഞ് സ്റ്റോറേജ് സ്പേസും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. FRP ഡോർസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നവറംഗ് കമ്പനിയുടെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു FRP ഡോറാണ്. ബാത്റൂമിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരുപാട് വലുതെന്ന് അവകാശപ്പെടുന്നില്ല, എങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ബാത്ത് ഏരിയ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ജാഗ്വറിൻ്റെയാണ് കൺവെർട്ടർ ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു റൂഫിലായിട്ടാണ് നമ്മുടെ ആ ഒരു റെയിൻ ഷവറിനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ സീലിങ്ങിനകത്തായിട്ട് തന്നെയാണ് നമ്മൾക്ക് എന്ത് വന്നിരിക്കുന്നത്, വി ഗാർഡിൻ്റെ ഈ എക്സോസ്റ്റ് ഫാൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻട്രലായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് ഏരിയ വന്നിരിക്കുന്നത്. ക്ലോസറ്റ് വരുന്നത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ജാഗ്വറിൻ്റെ ക്ലോസറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിൻ വരുന്നുണ്ട്. വാഷ് ബേസിൻ ജോൺസൻ്റെ ചെറിയൊരു വാഷ് ബേസിനാണ് ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു മിററും ഒരു LED ലൈറ്റും അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കാണാം. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഒരു ബാത്റൂം തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂമിൽ നമ്മൾക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അതിനുമുമ്പായിട്ട് ഞാൻ വേറെ ഒരു കാര്യം പറയാൻ നിങ്ങളത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഡൈനിങ് ഏരിയയിലും ലിവിങ് ഏരിയയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ കേട്ടോ. ഇതാണ് വലിയ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കി, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. വെറൈറ്റി നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ടൈലിനകത്ത് ഇവർ കൊടുത്തത്. ഇത് തന്നെയാണ് നമ്മുടെ ലിവിങ്ങിൽ, ഡൈനിങ്ങിൽ, അടുക്കളയിലും ബെഡ്റൂംസിലും എല്ലായിടത്തും ഇതേ ടൈലുകൾ തന്നെയാണ് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മുടെ ലിവിങ് ഏരിയയിൽ വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് എത്താം. രണ്ടാമത്തെ ബെഡ്റൂമും അതേപോലെ തന്നെ നമുക്ക് വലിപ്പമുള്ള ബെഡ്റൂമാണ്. കാഴ്ചയിൽ നമുക്ക് നോക്കാം എത്രയാണ് സ്ക്വയർ ഫീറ്റ് എന്നുള്ള കാര്യം. ഏകദേശം 12 അടിയാണ് നീളം വരുന്നത്.
വീതി വരുന്നത് 10.16 അടിയാണ്. 122.50 സ്ക്വയർ ഫീറ്റാണ്. 122.5 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഈ ഒരു ഭിത്തിയിൽ വലിയൊരു ജനാല നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയിലും 2 പാളികളുടെ ജനാലകൾ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് മിറർ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭിത്തിയിലായിട്ടാണ് നമ്മൾ അതിനോട് ചേർന്നുകൊണ്ടാണ് നമ്മുടെ ബെഡ് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് ബെഡ് സ്പേസ് ഇടാൻ പറ്റും, ബെഡ് ഇടാൻ പറ്റും. 2 സൈഡിലായിട്ട് ബെഡ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ സീലിംഗ് വർക്കുകളാണ് ഇവിടെ ഇവർ കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കുകളാണ് ആ ഒരു സീലിംഗിൽ. പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു BLDC ഫാനും നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. എല്ലാം വാം കളർ ടോണിലാണ് ഫുൾ ലൈറ്റുകളും വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ FRP ഡോർ തന്നെയാണ് വരുന്നത്. ഇതും ഒരു നീളൻ ബാത്റൂമാണ്. കളർ കോമ്പിനേഷനിലുള്ള ഒരു വ്യത്യാസമാണുള്ളത് ടൈലുകളുടെ. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ഇവിടെയും ബാത്ത് ഏരിയ വരുന്നത്. ജാഗ്വറിന് തന്നെയാണ് ഫുൾ ഫിറ്റിങ്സ് വരുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെയിൻ ഷവറും അതേപോലെ തന്നെ എക്സോസ്റ്റ് ഫാനും അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയായിട്ട് നമ്മളുടെ എയർ വെന്റിലേഷൻ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് നമ്മളുടെ ക്ലോസറ്റ് ഏരിയ വരിക. ജാഗ്വറിന് തന്നെ വാൾ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ് വരുന്നത്. ഇവിടെയായിട്ട് വാഷ് ബേസൺ, ജോൺസന്റെ ഒരു ചെറിയ വാഷ് ബേസൺ, ഇവിടെ മിറർ LED ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അവിടത്തേക്ക്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോകാനായിട്ട് സ്റ്റെയർ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയറിൻ്റെ സ്ഥാനം. സാധാരണ രീതിയിൽ കാണുന്ന ഒരു സ്റ്റെയർ ഡിസൈനിൽ ഒരു ചെറിയൊരു വ്യത്യസ്തതയൊക്കെ ഈ ഒരു സ്റ്റെയറിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടഫ് ഗ്ലാസ്സുകളാണ് കൈവരിക്ക് പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് വുഡ് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ കൈവരികളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പിയാനോ കീസിൻ്റെ ഒരു ആകൃതിയിലാണ് ഏകദേശം ഈ ഒരു സ്റ്റെയറിൻ്റെ ഒരു ഡിസൈൻ. നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ആണ് ഈ ഒരു പടികൾക്കായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പിയാനോ കീസിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറയുക. സ്റ്റെയർ കയറി ആദ്യത്തെ ലാൻഡിങ്ങിൽ എത്തി നിൽക്കുന്ന സമയത്ത് നല്ലൊരു ലാൻഡിങ് സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു വാൾ സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നല്ലൊരു ഷാൻഡിലിയർ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു സീലിംഗ്. ഒരു സിമ്പിൾ സീലിംഗ് ഡിസൈൻ വർക്കൊക്കെ ഉള്ളത്. ഒരുപാട് വലുതെന്നോ അല്ലെങ്കിൽ ഒരു ഭീകരമായ ഡിസൈൻ എന്നൊന്നും പറയില്ല. വളരെ സിമ്പിളായുള്ള ഡിസൈൻസ് വെച്ചിട്ടാണ് ഇവർ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ മെയിൻ ബാൽക്കണി ഏറ്റവും മുകളിലാണ് കൊടുത്തേക്കുന്നത്. ഇവർ ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് ബാൽക്കണി കൊടുത്തേക്കുന്നത്. ഈ ബാൽക്കണി ഡിസൈൻ നോക്കിയേ മൊറോക്കോൺ സ്റ്റൈലിലുള്ള ടൈലുകളാണ് ഫ്ലോറിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു ടൈൽ. എനിക്ക് മൊറോക്കോൺ ടൈലുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ കമൻറ്റിൽ പറയാം. ഇവിടെയായിട്ട് കൈവരിയായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ്, ഇവിടെ ടഫ് ഗ്ലാസുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്കൊരു ഓഫീസ് സ്പേസ് അനിവാര്യമാണെന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലോസ് ചെയ്യാം. ഗ്ലാസുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ ഇതിനൊരു ബാൽക്കണി, ഇത്രയും വലിയ ബാൽക്കണിയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഒന്നും പ്രോപ്പറായിട്ട് ബാൽക്കണികൾ യൂസ് ചെയ്യുന്ന ആളുകളല്ല. നിങ്ങളും ബാൽക്കണികൾ യൂസ് ചെയ്യുന്നില്ല, റൂമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫുള്ളും കവർ ചെയ്ത് ഗ്ലാസോ അല്ലെങ്കിൽ കർട്ടൻസും ഗ്ലാസുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുത്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു റൂമിന് വേണ്ട തരത്തിൽ തന്നെയാണ് അവരതിനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും കുറച്ച് പടികൾ കൂടെ നമ്മൾ കയറേണ്ടതുണ്ട്. അതുകൂടെ കയറിയിട്ട് നമുക്ക് നേരെ നമ്മളുടെ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് എത്താം. വളരെ വിശാലമായ ഒരു അപ്പർ ലിവിങ് ഏരിയ നമ്മൾക്ക് ഇവിടെ കിട്ടുക കേട്ടോ. ഈ അപ്പർ ലിവിങ് ഏരിയ വരുമ്പോൾ ഈ 2 ഡബിൾ ഹൈറ്റ്, ഈ സ്റ്റെയറിൻ്റെ ഭാഗത്തുള്ള ഡബിൾ ഹൈറ്റ് സ്പേസും ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് കൂടെ വരുമ്പോൾ നല്ലൊരു ഒരു വിശാലത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിങ് ഏരിയ. ഇവിടെയായിട്ട് അതിൻ്റെ ഒരു TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ എല്ലാം വാൾ സ്റ്റിക്കർ വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് DBയും കൊടുത്തിട്ടുണ്ട്. ലെഗ്രാൻഡിൻ്റെ DB ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് സീലിംഗ് വർക്ക് നോക്കി കൊള്ളാം അല്ലേ. സിമ്പിളായിട്ടുള്ള സീലിംഗ് വർക്ക് തന്നെയാണ്. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു സീലിംഗ് വർക്കിനെയും കൊടുത്തിട്ടുണ്ട്. ഓട്ടംബർഗിൻ്റെ തന്നെ ഒരു BLDC ഫാനും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സിറ്റിംഗ് സ്പേസും ഒരു സ്റ്റോറേജ് സ്പേസും ഒക്കെ ആയിട്ട് ഇവരിവിടെ കൊടുത്തിരിക്കാൻ നമുക്ക് കാണാം. ഇവിടെ ഒരു ഡോറും ഉണ്ട്. ഇത് നമ്മളുടെ ബാൽക്കണിയിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ഒരു ചെറിയ ബാൽക്കണി ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റേത് നല്ല വലുപ്പമുള്ള വലിയ ബാൽക്കണി ആയിരുന്നെങ്കിൽ ഇതൊരു ചെറിയ ബാൽക്കണിയാണ്. അപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഓപ്പോസിറ്റ് വീട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ പണികൾ നടക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. ഇത് അവിടെ ലാസ്റ്റ് ഘട്ട മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങളുടെ സിബ്ലിങ്സിനോ ആർക്കെങ്കിലും ഒക്കെ അല്ല റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ക്ലോസ് ഫ്രണ്ട്സിനോ ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് അടുത്ത് താമസിക്കാമല്ലോ, അതിനുവേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ 2 ബെഡ്റൂമുകൾ കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്.
താഴത്ത് നമ്മൾ കണ്ട 2 ബെഡ്റൂമുകളുടെ അതേ സ്ഥാനത്ത് തന്നെ അതിന് നേരെ മുകൾ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂമുകളുടെ സ്ഥാനം വരുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. അപ്പോൾ നമുക്ക് ബെഡ്റൂം രണ്ടാമത് നമ്മൾ കണ്ട ബെഡ്റൂമില്ലേ, സെയിം ഡിറ്റോ കാഴ്ചയില്ല കേട്ടോ. ഇനി നമുക്ക് നീളവും വീതിയും നോക്കാം. അത് 120 സംതിങ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. ഇതും ഏകദേശം അതേപോലെ 130 സ്ക്വയർ ഫീറ്റ് ആണ്. താഴത്തെ 130 ആയിരുന്നു, ഇത് 130 തന്നെ. 12 അടി നീളവും 12.5 അടി നീളവും 10.4 അടി വീതിയുമാണുള്ളത്. 130 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെയും ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. ഇവിടെയായിട്ട് നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബെഡ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ് സ്പേസ്. ഇനി ഇതാ ഇവിടെയായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഡ്രസ്സിങ് മിറർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇവിടെ വരുമ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറിൻ്റെ കളർ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സെയിം സാധാരണ ഏതെങ്കിലും മുകളിലത്തെ ബാത്റൂമുകളുടെ ഫിറ്റിങ്സിലൊക്കെ വ്യത്യാസങ്ങൾ കാണാറുണ്ട്, പക്ഷേ ഇവിടെ യാതൊരു വ്യത്യാസമില്ല. സെയിം തന്നെയാണ്. കളർ ടൈലിനുള്ള കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാത്ത് ഏരിയ, ക്ലോസറ്റ് ഏരിയ, വാഷ് ഏരിയ എല്ലാം സെയിം ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു വ്യത്യാസവും ഇവരിവിടെ നൽകിയിട്ടില്ല. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ 4ാമത്തെ ബെഡ്റൂമും സെയിം. നമ്മൾ സ്റ്റെയർ കയറി നേരെ വരുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മളുടെ 4ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും സെയിം തന്നെ. നമ്മൾ ആ ഒരു കട്ടിലും മെത്തയൊക്കെ കിടന്ന ആ ബെഡ്റൂമില്ലേ, സെയിം ആ ഒരു സ്ഥാനത്ത് തന്നെയാണ്. നമുക്ക് നീളം വീതിയും നോക്കാം. 12.28 അടിയാണ് നീളം വരുന്നത്, 11.8 അടിയാണ് വീതി വരുന്നത്. 144 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം കേട്ടോ. നല്ല വലിപ്പം തന്നെയാണ്. 2 ഭിത്തികളിലും ജനാല നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ ഭിത്തിയിൽ വാൾ സ്റ്റിക്കർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാർഡ്രോബ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സിങ് മിറർ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് മിററും ഇവരിവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ സ്ഥാനം. സെയിം ബാത്റൂം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ കളർ കോമ്പിനേഷൻ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഒലിവ് ഗ്രീൻ കളറാണ് ഈ ഒരു ബാത്റൂമിൽ. എനിക്ക് ഈ ഒരു ഗ്രീൻ ആയിട്ടാണ് തോന്നിയാലോ. നിങ്ങളുടെ കളർ പുതിയിട്ട് മാറ്റം വരണം. ഇവിടെ എയർ വെന്റിലേഷൻ വിൻഡോ, മുകളിൽ ലൈറ്റ്സും സെയിം തന്നെ. വേറെ ഫിറ്റിങ്സ് ഒന്നിലും ഒരു മാറ്റവും ഇല്ല, യാതൊരു വ്യത്യാസവും എങ്ങുമില്ല. എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു കളർ കോമ്പിനേഷനുള്ള ചെറിയ വ്യത്യാസം ഒഴിച്ചാൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഒരു സ്റ്റഡി റൂം കൂടെ നമുക്ക് കാണാനുണ്ട്. ആ സ്റ്റഡി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളുടെ സ്റ്റഡി റൂം ആട്ടോ. സ്റ്റെയർ കയറി വരുമ്പോൾ ആദ്യം തന്നെ ഇടത് സൈഡിലായിട്ട് ഈ കാണുന്ന ഡോറ് വന്നാൽ നമ്മുടെ സ്റ്റഡി റൂമാണ്. നിങ്ങളുടെ കുട്ടികൾ 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേർക്ക് ഇരുന്ന് പഠിക്കാനുള്ള സ്പേസ്, ടേബിൾ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബുക്കുകളും ഒക്കെ ഉള്ള ഷെൽഫും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സീലിംഗ് വർക്കും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ AC കമ്പൽസറി വെക്കണം കേട്ടോ, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഇറങ്ങാം. ഇവിടെയാണ് നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയ. അപ്പോൾ ഈ സൈഡൊക്കെ യൂട്ടിലിറ്റി ഏരിയ കവർ ചെയ്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബ് വെച്ചിട്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അത് കൃത്യമായിട്ട് അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാം കേട്ടോ. സാധാരണഗതിയിൽ മുകളിലേക്ക് കയറുന്ന ഈ പടികളും മറ്റുമൊക്കെ നമ്മൾ സ്ക്വയർ ട്യൂബുകളോ ഒക്കെ വെച്ചിട്ടാണ് സാധാരണ ആളുകൾ ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രോപ്പറായിട്ട് സ്ലാബിൻ്റെ മുകളിലൂടെയൊക്കെ തന്നെ കൃത്യമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ നേരെ ടെറസിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടാണ് ടെറസ്. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വരുന്ന സമയം ഇത്തിരി ഡിലേ ആയിപ്പോയി. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്, ഞാൻ ലൈറ്റ് ഇടാം. ഇതാണ് നമ്മളുടെ ടെറസ് ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അവിടെയായിട്ട് ആലുവയിലുള്ള പവർ സ്റ്റേഷൻ നമുക്കിതാ ആ ഭാഗത്ത് കാണാം. അവിടെ കുറച്ച് റെഡ് ലൈറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടെയായിട്ട് നമ്മൾക്ക് ആ ഒരു പവർ സ്റ്റേഷൻ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ചുറ്റുപാടും ഒരുപാട് വീടുകൾ നമുക്കറിയാം. അത്യാവശ്യം ആളുകളൊക്കെ താമസിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ആലുവയിൽ കേട്ടോ. ആലുവയിലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് പലപ്പോഴും ഇപ്പോഴും ആലുവയിലെ പ്രോപ്പർട്ടീസൊക്കെ ചോദിക്കുന്ന സമയത്ത് ആളുകൾ വളരെ സംശയത്തോടെ ചോദിക്കുന്നൊരു കാര്യമാണ് 2018 ഫ്ലഡ് വന്നിട്ടുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഫ്ലഡ് കഴിഞ്ഞിട്ട് 7 വർഷമാകുന്നു. ഇപ്പോഴും ആളുകൾ ആ ചോദ്യം പലയിടത്തും ചോദിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷേ ആലുവയിൽ ഫ്ലഡ് വരാത്ത അത്യാവശ്യം ഉയർച്ചയുള്ള ഒരു പ്ലേസാണത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എടുത്ത് പറയാട്ടോ. അത് ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേഷൻ, ഈ ഒരു സബ് സ്റ്റേഷൻ കാണുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അത് മനസ്സിലാവും. ഇത് അത്യാവശ്യം നല്ല ഉയർന്ന ഒരു പ്രദേശമാണ്. ഇവിടെയായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ പമ്പ് ഇവിടെ റൂമുണ്ട്, ചെറിയൊരു റൂം. ഈ റൂമിനകത്ത് തന്നെ
പ്രഷർ പമ്പ് ഞാൻ കിച്ചണിൽ വെച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രഷർ പമ്പ് ഉണ്ട് എന്നുള്ള കാര്യം. ആ പ്രഷർ പമ്പ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയ റൂം സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഡംപ് ചെയ്ത് വെക്കാനോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു സ്പേസിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ പ്രൈസിലേക്ക് നമ്മൾക്ക് എത്താൻ കേട്ടോ. ഈ പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്ന മുഴുവൻ വില 1,20,00,000 രൂപയാണ്. 1,20,00,000 എന്ന് പറയുന്ന പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളായ പ്രൈസാണ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളെന്ന് വെച്ചാൽ 4.6 സെൻറ്റ് സ്ഥലം, 2,400 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം. അതിനകത്ത് ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് പണികൾ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ തൊട്ട് സൈഡിലായിട്ട് ഒരു പ്ലോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് 5 സെൻറ്റ് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതേപോലൊരു വീട് തൊട്ടടുത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 സഹോദരങ്ങൾക്ക്, ഇപ്പം നിങ്ങൾ 2 സഹോദരങ്ങൾക്ക് ഒരേപോലുള്ള 2 വീടുകൾ തൊട്ടടുത്ത് തന്നെ താമസം വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീടിനെ, അല്ലെങ്കിൽ ഈ വീടിനെയും ഇതിനോട് തൊട്ട് ചേർന്നുള്ള പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന വീടിനെയും കൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. ഈ വീട് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും ആ വീടും വരാനായിട്ട് പോകുന്നത്. അതിൽ യാതൊരു വിധമായ സംശയവും നിങ്ങൾക്ക് വേണ്ടതില്ല. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വീട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വീട് നോക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ വലിയ രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറയാം. പിന്നെ ഇനി മൂന്നാമതൊരു വീടൂടെ വെക്കാനുള്ള സ്പേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ പറഞ്ഞ 5 സെൻറ്റ് സ്ഥലം അടുത്ത് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അതിന് അവർ ചോദിക്കുന്ന സെൻറ്റിന് 10 ലക്ഷത്തി സംതിങ് ആണ് അവർ ചോദിക്കുന്ന പ്രൈസും. അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ആലുവ ടൗണിലേക്കുള്ള ദൂരം ഞാൻ പറഞ്ഞു 2 കിലോമീറ്റർ മാത്രമാണ് ആലുവ ടൗണിലേക്കുള്ള ദൂരം വരുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പം ഈസി ആക്സസിബിലിറ്റിയാണ് ഇവിടെ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ളത് നമുക്കുള്ളത്. അപ്പം വിലയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ, അതിന് മുമ്പ് വേറെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എടുക്കുക, അതിലേക്ക് വിളിക്കുക. അപ്പോൾ തന്നെ ഈ പ്രോപ്പർട്ടി വന്ന് കാണുക, സ്ഥലം കാണുക, പരിസരങ്ങൾ കാണുക, പണികൾ കാണുക, വിലയിരുത്തുക. എന്നിട്ട് മാത്രം നല്ല നല്ല ഡീലുകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. തീർച്ചയായിട്ടും നോക്കിക്കണ്ട് തന്നെ വാങ്ങിക്കുക. പ്രൈസൊക്കെ ബാർഗെയിൻ ചെയ്തോളുക. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360stardeal@gmail.com എന്ന മെയിൽ ID ഉണ്ട്. ആ മെയിൽ IDയിലേക്ക് മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ 9048266360 എന്നൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ചാനലിൽ വിളിച്ച് കഴിഞ്ഞാൽ ചാനലിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലുകൾ ഇത്രയും നേരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെന്നെങ്കിൽ ഫോളോ ചെയ്യുക. ഒട്ടും തന്നെ മടിക്കേണ്ട. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.